നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ആഫ്രിക്കൻ സഞ്ചാരവുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 13ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രൂട്ട് കോൺസ്റ്റാൻഷ്യയിൽ നിന്നായിരുന്നല്ലോ അവസാനിപ്പിച്ചിരുന്നത്. അവിടെ നിന്നുള്ള യാത്രയാണ് ഇപ്പോൾ. ടേബിൾ മൗണ്ടിൽ പ്രവേശിക്കാനുള്ള പെർമിഷൻ കിട്ടിയതനുസരിച്ച് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ. ടേബിൾ മൗണ്ടിലേക്കുള്ള യാത്രയാണ് ഇത്. ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. സാധാരണ ഡ്രൈവിന് ഇതിനൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ഈ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂട്ട് കോൺസ്റ്റാൻഷ്യയിലെ എസ്റ്റേറ്റിലെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളും ചരിത്രപരമായ കെട്ടിടങ്ങളും മറ്റുമാണ്. വിശാലമായ മുന്തിരിവള്ളികളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഈ യാത്രയെ നമ്മൾ കൂടുതൽ ആനന്ദിപ്പിക്കുന്നുണ്ട്. കോൺസ്റ്റാൻഷ്യയിലെ താഴ്വരയിൽ നിന്നും നഗരത്തിലേക്ക് അടുക്കും തോറും കേപ്പ് ടൗണിൻ്റെ മനോഹരമായ പ്രാന്തപ്രദേശങ്ങളും തിരക്കേറിയ നഗരജീവിതങ്ങളുമാണ് കണ്ടു തുടങ്ങുന്നത്. ഈ യാത്രയുടെ പ്രധാന ആകർഷണം ടേബിൾ മൗണ്ടൻ തന്നെയാണ്. യാത്രയിലുടനീളം പശ്ചാത്തലത്തിൽ ടേബിൾ മൗണ്ടൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ് മൗണ്ടനിലേക്ക് അടുക്കും തോറും മലനിരകളുടെ വിസ്മയിക്കുന്ന സൗന്ദര്യവും പാറക്കെട്ടുകളും അടുത്ത് നിന്ന് ആസ്വദിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടും. ഒരു മേശയുടെ മുകൾ ഭാഗം പോലെ തന്നെ പരന്ന ആകൃതിയിലുള്ള ഒരു പർവ്വതം കേപ്പ് ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. കോൺസ്റ്റാൻഷ്യയിൽ താഴ്വരയിൽ നിന്നും ഈ പർവ്വതത്തെ നോക്കുമ്പോൾ അതിൻ്റെ വലിയ രൂപം നമ്മളെ അത്ഭുതപ്പെടുത്തും. പച്ചപ്പുള്ള താഴ്വരകൾക്ക് മുകളിലായി തലയുയർത്തി നിൽക്കുന്ന ടേബിൾ മൗണ്ടൻ ഒരു പ്രകൃതിദത്തമായ ശില്പം പോലെ തോന്നും നമുക്ക്. കാലാവസ്ഥയുടെ വ്യതിയാനമനുസരിച്ച് ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ ഒരു വെളുത്ത മേഘവിരിപ്പ് കാണാറുണ്ട്. ടേബിൾ ക്ലോത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പർവ്വതത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്ന ഒന്നാണ് അത്. നമ്മൾ ടേബിൾ മൗണ്ടനിലേക്ക് അടുക്കുമ്പോൾ ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ മറ്റു മലനിരകളും കുന്നുകളും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ ഈ കാഴ്ചകൾ ഈ യാത്രയുടെ കൂടുതൽ അവിസ്മരണീയമാക്കുന്നതാണ്. മലനിരകളെക്കുറിച്ച് അടുത്തറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് കേബിൾ കാർ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. മുകളിൽ നിന്ന് നോക്കിയാൽ കേപ്പ് ടൗൺ നഗരത്തിൻ്റെ കടലിൻ്റെയും അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ടേബിൾ മൗണ്ടൻ ഏരിയൽ കേബിൾ വേയുടെ ലോവർ സ്റ്റേഷൻ ആണ് പ്രധാന പ്രവേശന കവാടം. ഇവിടെ നിന്നാണ് കേബിൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ടീം എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവർക്ക് ഏകദേശം 450 റാൻഡാണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം 2250 രൂപ ഉണ്ടെന്ന് കണക്ക് കൂട്ടാം. ടിക്കറ്റ് ഇവിടെ ഓഫീസിൽ നിന്ന് നമുക്ക് നേരിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് മുൻകൂട്ടി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഉള്ള പല സൗകര്യങ്ങളും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുണ്ട്. ഇത് മുതിർന്നവർക്കുള്ള ചാർജ് ആണെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ പകുതി മാത്രമേ ആകുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് റിട്ടേൺ ചാർജ് കൂടി ഉൾപ്പെടുത്തിയാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളിൽപ്പെട്ടവരെല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. കാരണം രാവിലെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് കയറാൻ പറ്റും എന്ന്. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായതുകൊണ്ട്, നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ സാധിച്ചു. ഞങ്ങളെല്ലാം ക്യൂ നിൽക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടി, കേബിൾ കാർ ബോർഡിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും തിരിച്ചറിയൽ കാർഡ് കാണിക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രത്യേക സൗജന്യ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. കേബിൾ കാർ ലോവർ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ സാധിക്കും. കേബിൾ കാറിൻ്റെ തറ 360 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് എല്ലാവർക്കും കേപ്പ് ടൗണിൻ്റെ പരിസരവും പ്രദേശങ്ങളും മനോഹരമായ കാഴ്ചകളും എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ടേബിൾ മൗണ്ടൻ ഒഫീഷ്യലി പുതിയ 7 ലോക അത്ഭുതങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 7 അത്ഭുതങ്ങൾ ഒന്നിൽ പെട്ടിട്ടുമുണ്ട്. ഏത് അവസ്ഥയിലും യാത്ര ചെയ്യാൻ ഈ കേബിൾ കാറിന് കഴിയും. പക്ഷേ കാറ്റ് കൂടുതലുള്ള ദിവസങ്ങളിൽ കേബിൾ കാർ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചേക്കാനിടയുണ്ട്. അങ്ങനെയാണ് ഇന്ന് നമുക്ക് സംഭവിച്ചത്. ടിക്കറ്റുകൾക്ക് 7 ദിവസ കാലാവധിയുണ്ട്. അതുകൊണ്ട് മോശം കാലാവസ്ഥ കാരണം യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നാൽ തന്നെ ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈനായി ടിക്കറ്റ് വാങ്ങിയവർക്ക് ടിക്കറ്റ് ക്യൂ ഒഴിവാക്കി നേരിട്ട് കേബിൾ കാർ കയറാനുള്ള ക്യൂവിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ അത് അങ്ങനെയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ ഗൈഡ് മുൻകൂട്ടി തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റും മറ്റും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേബിൾ കാറിൽ കയറുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. കാർ മുകളിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ തറ 360 ഡിഗ്രി കറങ്ങും. ഇത് യാത്രക്കാർക്ക് ചുറ്റുമുള്ള കേപ്പ് ടൗണിൻ്റെ നഗരത്തിൻ്റെയും കടലിൻ്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ.
ഞങ്ങളെല്ലാവരും ബോർഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അടുത്ത ക്യാബിൻ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് അതിൽ കയറാവുന്നതേ ഉള്ളൂ. എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരാണ്. നിന്നുകൊണ്ട് പലരും സെൽഫി എടുക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും ഒരു ഉത്സവ മൂഡിലാണ്. ഞങ്ങളിൽപ്പെട്ടവരെല്ലാവരും തന്നെ കേബിൾ കാറിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു മാന്ത്രിക യാത്രയുടെ തുടക്കത്തിലാണ്. ഈ ക്യാബിനുള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കേപ്പ് ടൗൺ നഗരം ഒരു കളിപ്പാട്ട പെട്ടി പോലെ, കൊച്ചു വീടുകൾ പോലെ ചെറുതായി തോന്നും. കേബിൾ കാർ മുകളിലേക്ക് ഉയരുമ്പോൾ ഇതിൻ്റെ തറ പതിയെ കറങ്ങാൻ തുടങ്ങും. ഓരോ തവണ കറങ്ങുമ്പോഴും പുതിയൊരു കാഴ്ച നമ്മളുടെ മുന്നിൽ വിടരും. ഒരു മായാവിദ്യക്കാരൻ്റെ കാഴ്ചയുടെ തിരശ്ശീല മറയുന്നത് പോലെയാണ് ഇത്. താഴെ നീലക്കടലും അതിൻ്റെ തിരമാലകളും നഗരത്തിൻ്റെ കെട്ടിടങ്ങളും റോഡിലെ വാഹനങ്ങളും ഒരു കുഞ്ഞൻ മാതൃക എന്ന പോലെ ചെറുതാകുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. ക്യാബിനുള്ളിൽ നല്ല ബഹളമുണ്ട്. എല്ലാവരും അതിശയത്തോടു കൂടിയാണ് ഈ ബഹളങ്ങളും ഒക്കെ വയ്ക്കുന്നത്, ആരവമൊക്കെ വയ്ക്കുന്നത്. ഒരുപക്ഷെ ആ നിമിഷം നമ്മൾ ഒരു പക്ഷിയെപ്പോലെ ആകാശത്തേക്ക് പറക്കുകയാണെന്ന് തോന്നിപ്പോകും. നമ്മൾ മുകളിലേക്ക് ഉയരും തോറും താഴെയുള്ള ലോകം ഒരു സ്വപ്നം പോലെ മങ്ങുകയും ടേബിൾ മൗണ്ടിൻ്റെ പാറക്കെട്ടുകൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അവസാനം കേബിൾ കാർ അതിൻ്റെ യാത്ര പൂർത്തിയാക്കി മുകളിലത്തെ സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മളൊരു മറ്റു ലോകത്തിലേക്ക് എത്തുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, മഞ്ഞ് മൂടിയ മലയിലൂടെ നമ്മുടെ കേബിൾ കാർ യാത്ര ചെയ്യുകയാണ്. വലിയ വലിയ മലകളും അതിനെ പൊതിഞ്ഞിരിക്കുന്ന മഞ്ഞ് കോട്ടും എല്ലാം ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടരികൾ, നമ്മുടെ കൈത്തുമ്പിലെത്തിയതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഒരു മാന്ത്രിക ജാലം ഒന്ന് അനുഭവിച്ച് തന്നെ മനസ്സിലാകുകയുള്ളൂ. ഏറ്റവും താഴത്തെ കാണുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ വീടുകളും ആ ടൗണും എല്ലാം വളരെ ചെറുതായിക്കൊണ്ടേയിരിക്കുന്നു. ടേബിൾ മൗണ്ടൻ ഏരിയൽ കേബിൾ വേ പൊതുവെ വളരെ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ്. 1929 മുതൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ കേബിൾ കാറിനുള്ളിൽ ആളുകൾക്ക് അപകടം സംഭവിച്ചതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സുരക്ഷ ഉറപ്പാക്കുന്നതാണ്, അതേ രീതിയിലാണ് ഇതിൻ്റെ സുരക്ഷാ മാർഗങ്ങൾ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ടേബിൾ മൗണ്ടൻ്റെ കാലാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് കാറ്റിൻ്റെ ഗതാഗത നിയന്ത്രണം എളുപ്പവും നിരന്തരമായും അവർ നിരീക്ഷിക്കുന്നുണ്ട്. കാറ്റിൻ്റെ വേഗത സുരക്ഷാ പരിധിക്ക് മുകളിലാണെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും കേബിൾ കാർ സേവനം ഉടനടി നിർത്തിവെക്കുകയും ചെയ്യും. സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നാണ് ഇത്. വൈദ്യുതി നിലച്ചാൽ പോലും കേബിൾ കാറുകളുടെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരാൻ ശക്തമായ ഹൈഡ്രോളിക് ഡ്രൈവ് സംവിധാനങ്ങളും മറ്റ് ജനറേറ്ററുകളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇവ പ്രവർത്തിപ്പിച്ച് യാത്രക്കാരെ സുരക്ഷിതമായി താഴെ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. കേബിൾ കാറിൻ്റെ സംവിധാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായ ഇടവേളയിൽ കർശനമായ പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കാറുണ്ട്. ഓരോ വർഷവും നിശ്ചിത സമയങ്ങളിൽ കേബിൾ കാർ സേവനം നിർത്തിവെച്ച് സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ നടത്താറുണ്ട്. 2024 കേബിൾ കാർ സ്റ്റേഷനിലെ പാർക്കിംഗ് ഗ്യാരേജിൽ ഒരു ചെറിയ തീപിടുത്തമുണ്ടായി. അത് കാരണം കേബിൾ കാർ സേവനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഈ സംഭവത്തിൽ ആർക്കും ജീവപായം സംഭവിച്ചിട്ടില്ല. മറിച്ച് മുകളിൽ കുടുങ്ങിയ യാത്രക്കാരെ സുരക്ഷിതമായി താഴെ എത്തിക്കാൻ വലിയ രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടി വന്നത്. കേബിൾ കാർ യാത്ര അപകടരഹിതമാക്കുവാൻ അതീവ ജാഗ്രതയോടെയാണ് ടേബിൾ മൗണ്ടൻ അധികൃതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് സുരക്ഷിതമായി ഈ മനോഹര അനുഭവം ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും തന്നെ മുകളിൽ എത്തി. ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് തന്നു. 1 മണിക്കൂർ നേരം നിങ്ങളെല്ലാവരും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കറങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മൗണ്ടൻ ആസ്വദിക്കാം. ഈ ടേബിൾ മൗണ്ടൻ നിങ്ങൾക്ക് പരിമിതമായ രീതിയിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷേ കാലാവസ്ഥയാണ് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചത്. നല്ല ചാറ്റമഴയും തണുപ്പും അസഹനീയമായിരുന്നു. എല്ലാവരെയും, ഞങ്ങളുണ്ടായ 40 പേരെയും അദ്ദേഹം റിലീസ് ചെയ്തു. താറാങ്കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് പാടത്ത് ഉപേക്ഷിക്കുമല്ലോ തീറ്റാൻ വേണ്ടി. അന്ന രീതിയിൽ എല്ലാവരും സ്വതന്ത്രമായി, സ്വാതന്ത്ര്യം കിട്ടിയ പോലെ എല്ലാവരും മലമുകളിൽ ഓരോരോ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടേ ഇരുന്നു. പുതിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇവിടെ ഈ ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ ഞാൻ എത്തിച്ചേർന്നപ്പോൾ കാറ്റും വെളിച്ചവും നിറഞ്ഞ ഒരു വൻ പീഠഭൂമി എന്നെ സ്വാഗതം ചെയ്യുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. താഴെ കണ്ടിരുന്ന കാഴ്ചകളെല്ലാം ഒരു പനോരമ ചിത്രം പോലെ എൻ്റെ മനസ്സിൽ വിസ്മയം തീർത്തുകൊണ്ടേയിരിക്കുന്നു.
അസഹനീയമായ തണുപ്പായിരുന്നതുകൊണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു നല്ല ചൂട് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് വെളിയിലിറങ്ങി കാഴ്ചകളെല്ലാം കാണാം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പും ഉണ്ടായിരുന്നു. ആവശ്യമുള്ള സുവനീറുകൾക്ക് എടുക്കാനും വാങ്ങിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സുവനീർ ഷോപ്പും ഉണ്ടായിരുന്നു. അവിടെയും കയറി ഞാൻ കുറച്ച് വിൻഡോ ഷോപ്പ് ചെയ്തു, മറ്റു കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ഇവിടെ എത്തിയപ്പോൾ എന്നെ കൂടുതൽ അത്ഭുതമാക്കിയത് യാത്രക്കാരെ, വിനോദസഞ്ചാരികളെ, സന്ദർശകരെ കുറിച്ചായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു പ്രത്യേക മൂഡിലാണ്. ഏതോ ഒരു പുതിയ ലോകത്ത് അവർ എത്തിച്ചേർന്ന പോലെയാണ് എല്ലാവരും. ഒരു ചൂട് ചായ കുടിച്ചു, അതിൻ്റെ ശരീരത്തിൻ്റെ തണുപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ വെളിയിലേക്ക് വന്നു. ഞങ്ങളിൽപ്പെട്ട പലരും പലയിടത്ത് നിന്നുകൊണ്ട് രീതിയിലുള്ള ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ കുട എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് മഴ പൂർണ്ണമായും നനയേണ്ടി വന്നു. കുട എടുക്കാതിരിക്കാൻ കാരണം, കുട ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ എൻ്റെ മൊബൈൽ ചലിപ്പിച്ച് ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ പറ്റാതെ വരും. അതൊരു തടസ്സമായി വരും. ആയതിനാലാണ് ഞാൻ കുട എടുക്കാതെ വന്നത്. ഈ അനുഭവം ആർക്കും കേവലം ഒരു കേബിൾ കാർ യാത്രയല്ല. അത് ഭൂമിയുടെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്ന് നേരിട്ടറിയാനുള്ള ഒരു സുവർണാവസരമാണ്. ഇവിടെ ഞാൻ കണ്ട എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിക്കുന്ന, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പ്രകൃതിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.